പ്രതിപക്ഷത്തായിരിക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാനുള്ള നീക്കത്തിലാണ് UDF സർക്കാർ. കേരയിൽ പദ്ധതിക്ക് അന്ത്യം കുറിച്ചു. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പുനരന്വേഷണം നടക്കുന്നു. അങ്ങനെ ഓരോന്നും. ഈ വിഷയങ്ങളിലൊക്കെ ഒരു ഏകാധിപതിയെ പോലെയായിരുന്നു പിണറായി പെരുമാറിയത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ മറ്റൊരു പ്രമാദമായ കേസും അന്വേഷിച്ച് സത്യം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് സതീശൻ സർക്കാർ. അത് കാഫിർ സ്ക്രീൻഷോട്ട് കേസാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് വടകര മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കേരളത്തെ തന്നെ ഞെട്ടിച്ച വാർത്തയായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ KK ശൈലജയെ കാഫിർ എന്ന് മുദ്രകുത്തി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രചരണം നടത്തിയെന്നായിരുന്നു CPM ആരോപണം. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും വ്യാപകമായി പ്രചരിച്ചു. ഇതിനു പിന്നിൽ ഷാഫി പറമ്പിലാണെന്ന് CPM ആരോപിച്ചു. ഷാഫിയെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ച് താറടിക്കാൻ CPM നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. പ്രചരണത്തിന് പിന്നിൽ MSF നേതാവാണെന്ന് ആരോപിച്ച് CPM ഒരു യുവാവിനെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. എന്നാൽ സംഭവം കേസായി അന്വേഷണത്തിലേക്ക് നീങ്ങിയപ്പോൾ DYFI നേതാക്കൾ ഉൾപ്പെടെ പ്രതികളാകുന്ന സാഹചര്യമാണ് പോലീസും സർക്കാരും കണ്ടത്. ഇതോടെ കേസന്വേഷണം മന്ദഗതിയിലാക്കി ഒടുവിൽ ഭരണത്തിൻ്റെ അവസാന കാലത്ത് കേസ് അവസാനിപ്പിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വിവാദത്തിൽ അന്വേഷണം നടക്കാൻ പോവുകയാണ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ ഉൾപ്പെടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധന നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് 20 മാസം കഴിഞ്ഞു. എന്നാൽ നിർണായകമായ ഈ ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം കണ്ടാണ് മന്ത്രിയെ നേരിൽ കണ്ട് കത്ത് നൽകിയതെന്ന് പാറക്കൽ അബ്ദുള്ള പറയുന്നു. കാരണം വിവാദ സമയത്ത് UDFന് വേണ്ടി മുന്നിൽ നിന്ന് പോരാടിയ നേതാവായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ സത്യം കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിനും അനിവാര്യമാണ്. ഈ വിഷയത്തോട് പോസിറ്റീവായാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ചെന്നിത്തല ഉറപ്പു നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ വകുപ്പിനെ ഒന്നാകെ ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ് ചെന്നിത്തല. അതിൻ്റെ ഭാഗമായാണ് പോലീസ് ഉപദേഷ്ടാവായി മുൻ DGP A ഹേമചന്ദ്രനെ നിയമിച്ചത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തേച്ചുമായ്ച്ചു കളഞ്ഞ പല കേസുകളും പിടിതട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ്. അതിൽ നിർണായകമായ ഒന്നാണ് കാഫിർ സ്ക്രീൻഷോട്ട് കേസ് എന്നതിൽ തർക്കമില്ല. കാരണം കേരളത്തിൻ്റെ മതേതരത്വത്തിന് പോറലേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ വിവാദത്തിൻ്റെ ഭാഗമായി CPM നടത്തിയത്. എന്നാൽ അതെല്ലാം പൊളിഞ്ഞ് പാളീസാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടു. അത് ജനങ്ങൾ നൽകിയ ശിക്ഷയാണ്. ഇനി യഥാർത്ഥ കുറ്റവാളികൾക്ക് നിയമപരമായ ശിക്ഷയാണ് ഉറപ്പാക്കേണ്ടത്.